പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്ന മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകളാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതുകൂടാതെ നമ്മളുടെ പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായും ട്രാൻസ്ഫോം ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകളും ടെക്നിക്കുകളൊക്കെ ആയിരിക്കും നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എങ്ങനെ നമുക്ക് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫാണ്. നിങ്ങൾക്ക് പണ്ട് സംഭവിച്ചിട്ടുള്ള എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ലൈഫിലുള്ള എന്ത് അൺസർട്ടനിറ്റി, ഏത് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ഏത് ഏരിയാസിലാണെങ്കിലും ഒക്കെ ആ ലിമിറ്റിംഗ് ബിലീഫുകളാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ആ ബിലീഫിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പുസ്തകമോ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ ഒരു ഡയറിയോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരു കോളം ഇട്ടിട്ട് തിങ്സ് ഡോണ്ട് വർക്ക് ഫോർ മീ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ഒരു കോളം ഇടുക. എനിക്ക് വർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്നും പറഞ്ഞ് ഒരു കോളത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് അതായത് ആ ബിലീഫ് ഞാൻ എവിടെ നിന്ന്, അടുത്തൊരു കോളത്തിൽ ആ ബിലീഫ് ഞാൻ എവിടെ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മുടെ മനസ്സിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. എവിടെ നിന്നാണ് പാസ്റ്റിൽ എന്ത് അനുഭവം ഉണ്ടായപ്പോഴാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എഴുതേണ്ടത്. അടുത്തത് അതായത് ഇത് അടുത്തൊരു കോളത്തിൽ, മൂന്നാമത്തെ ഒരു കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് എൻ്റെ ലൈഫിൽ ഫോർ എവർ, അതായത് എന്നും ഇതിപ്പോൾ മലയാളത്തിൽ ചെയ്യാൻ കേട്ടോ, നിങ്ങളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ എഴുതുക. എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, ആ വിശ്വാസം എവിടെ നിന്ന് വന്നു, അതെൻ്റെ ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ. പിന്നെ അടുത്ത കോളത്തിൽ അതായത് വേറൊരാൾ എനിവൺ ദിസ് വേൾഡ് ഹാവ് ദിസ് ബിലീഫ് ആൻഡ് അവർ പിന്നെ പെട്ടെന്ന് ആ ബിലീഫിൽ നിന്ന് ചേഞ്ച് ചെയ്ത് അവരുടെ ലൈഫ് മാറിയോ എന്നുള്ള രീതിയിലാണ്. മറ്റൊരാളുടെ ലൈഫിൽ ഇത് വന്നു, അവർ ആ ബിലീഫ് മാറ്റി അവരുടെ ലൈഫ് ചേഞ്ച് ആക്കിയോ എന്നുള്ളതാണ് എഴുതേണ്ടത്. അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വാട്ട് ഈസ് മൈ ന്യൂ ബിലീഫ്. അപ്പോൾ അതിനെ മാറ്റുന്നുള്ള പോസിറ്റീവായിട്ടുള്ള പുതിയ ബിലീഫ് എന്താണെന്നുള്ള എഴുതുക. പിന്നെ അതിന് നമുക്ക് ഈസ് ദർ എവിഡൻസ് ഇൻ മൈ ലൈഫ്, അതായത് എൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടന്നതിൻ്റെ എവിഡൻസ് ഉണ്ടോ. അപ്പോൾ ആ എവിഡൻസസ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് എഴുതാം. നിങ്ങൾക്ക് ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ഈ ഏരിയാസ് ഓഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എവിഡൻസസ് എഴുതാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടന്ന മറ്റ് മാനിഫെസ്റ്റേഷൻ എവിഡൻസസും എഴുതാം. എങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു 21 ദിവസം നിങ്ങളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പം മാനിഫെസ്റ്റേഷൻ്റെ ഹൈലി എഫക്റ്റീവ് പ്രോസസ്സൊക്കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഫ്രീ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് വരുന്നുണ്ടാവും. പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ.